ാണ് ഈ കാണുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്ത് സെറ്റാക്കി വെക്കണം. നിങ്ങൾക്ക് വേണം. അപ്പം അങ്ങനെ കുറേ അപമാനങ്ങൾ ആ സമയത്ത് ഏറ്റിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കൈവേദന, അതായത് വേർത്തു ശരീരം മൊത്തം. ഈ ഞാൻ പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തെണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു തണ്ടലും ഇല്ല, ഞങ്ങൾ അന്തസ്സായി സൂപ്പറായി ജീവിച്ചു കാണിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഇവര് വേറെ പെണ്ണും കെട്ടി വേറെ വ്ളോഗും ചെയ്യും തോന്നുന്നു. പിന്നെ ഇതൊക്കെ ഒരു തമാശ പോലെ പറയുകയാണെങ്കിലും ചിലർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കരമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ എനിക്കിതൊക്കെ ശീലിച്ചു. എനിക്ക് എപ്പോഴും ഇങ്ങനെ കേട്ട് ശീലിച്ചു. സ്കാൻ ചെയ്യുമ്പോൾ ഒരു ബേബി ഇവിടെ ഇങ്ങനെ ഇരിക്കണം, അതിന്റെ തൊട്ടടുത്ത് വേറൊരു സംഭവം കൂടെ ഇങ്ങനെ. അപ്പൊ ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നലെ തന്നെ വീഡിയോ എടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ നടന്നില്ല. ഇവിടെ ചാമ്പക്ക ആയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ചാമ്പക്ക വെച്ചു എന്തോരം വലിപ്പുണ്ട് അല്ലേ. അയ്യോ അല്ല, അവിടെ നോക്കാൻ ചാമ്പക്കന്റെ ആളെത്തിയല്ലോ. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ബുenas tardes. Allora, please. Mami, good morning. എന്നെ പറഞ്ഞിട്ട് നിങ്ങളാണ് നോക്ക് വിണ്ട് കീറി അതിന്റെ ഹൃദയം പൊളിച്ചിട്ടല്ലേ കഴിക്കാൻ. ആ പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ മതി. നീ കഴിച്ചു ഏതായാലും പല്ല് തേക്കാത്ത ചാമ്പയ്ക്ക. അപ്പൊ നമ്മളിപ്പോ നേരെ നമ്മുടെ തോട്ടത്തിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മുടെ തോട്ടം ഈ സൈഡിൽ കുറച്ച് ഞങ്ങൾ ഏക്കറിലൊക്കെ വാങ്ങും. ഇൻഷാ അല്ലാ, വേണമെങ്കിൽ നോക്കിക്കോ. ഇതിന് പൈസ വാങ്ങിച്ചിട്ട് പോകാതിരുന്ന ഞാൻ സുഖമായിട്ട് വാങ്ങിയേനെ. ഇനി അടുത്ത സാധനം നമ്മുടെ മൾബറി. നമ്മൾ പറയാൻ പോകുന്ന വിഷയത്തിന് മുമ്പ് കുറച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട് അല്ലേ. ഓ, ഞാൻ പറിക്കുന്നത് എവിടെയോ, അവള് ക്യാമറ വെക്കുന്നത് എവിടെയോ. മൾബറി ഇനി ഇതൊക്കെ കഴിക്കാൻ പറ്റുമോ എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഇന്നലെ ഞാൻ വന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആകെ തളർന്ന്. പക്ഷെ എൻ്റെ ലൈഫ് പോയി. ഞാൻ ഇനിയിപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടൊക്കെ എന്തിനാണ്, പൈസ ഉണ്ടാക്കിയിട്ട് എന്തിനാണ് എന്നൊക്കെ വലിയ ഞാൻ പൈസ ഉണ്ടാക്കാൻ തിന്നാൻ ഇവരൊക്കെ ഉണ്ടാവും. അതാണ് ഇരുന്ന് നല്ല സുഖമായിട്ട് തിന്ന ഷോപ്പ് ഒന്നും അറിയണ്ട. നടക്കട്ടെ. പിന്നെ വെറുതെ ഷോപ്പ് വന്നാ ഞാൻ ഷോപ്പ് ഇട്ട് കൊടുക്കാണ്ട് വെറുതെ വരുമോ? അപ്പം എല്ലാം ചെയ്തു കൊടുത്തിട്ടും എന്നോടൊരു സ്നേഹവും ഇല്ല. എനിക്ക് ഷുഗർ ഉണ്ട്, കൺഫേം ആയി. അതായത് ജസ്റ്റേഷണൽ ഡയബറ്റിക് എന്നൊരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അത് മാത്രമല്ല, അതെങ്ങനെയെങ്കിലും നമുക്ക് തരണം ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് നോക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ എന്നൊരു സംഭവം കൂടെ കൺഫേം ആയിരിക്കുകയാണ്. അപ്പോൾ അത് ഇന്നലെ അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ആകെ ടെൻഷനായിരുന്നു. ഫ്രൂട്ട്സ് കഴിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുഗർ, ബാക്കി എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞാൽ കൊളസ്ട്രോള്. എൻ്റെ ഈ ശരീരത്തിൽ കൊളസ്ട്രോളിന് മാത്രം ഫാറ്റ് എവിടെയെന്ന് ചിന്തിക്കുകയാണെങ്കിൽ അങ്ങനെ ഇല്ല. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഇടയ്ക്ക് കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെയാണ് ഞാനിത് സംസാരിക്കണമെങ്കിൽ ഞാൻ കരഞ്ഞേന്. നമുക്ക് സങ്കടം വന്നാൽ നന്നായിട്ട് കരയുക, എന്നിട്ട് അത് അന്നത്തെ ദിവസത്തോടെ കഴിയാം. പിന്നെ അതിനുള്ള പ്രതിവിധി എന്താണെന്നുള്ളത് ഓർക്കുക. അതാണ് കേട്ടോ എൻ്റെ ഒരു പോളിസി. സോ ഇന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ലാന്നല്ല, നല്ല വിശന്നിട്ട് ചാവാറായ അവസ്ഥയൊക്കെ ഉണ്ടായിട്ട് ഒന്നും കഴിക്കാൻ പറ്റില്ല. ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത് ഒരു സ്പൂണ് ചോറ്, ശരിക്കും ഒരു സ്പൂണ് ചോറും കഴിച്ച് രാത്രി വരെ ഇരുന്നു. ഭയങ്കര വിശപ്പ്. എന്താ ഇനിയിപ്പോൾ ഡയറ്റിൽ മാറ്റം വരുത്താമെന്ന് പോലും അറിയാത്തവര് നിങ്ങളിത് പറിക്കുക ചീര. അപ്പം മുരിങ്ങ എന്ന് പറിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരുപാട് പേര് നമ്മുടെ ഇതിൽ ചോദിക്കുന്നുണ്ട് ഡോക്ടറെ അടുത്ത് പോയ വിവരങ്ങളൊക്കെ എന്താണെന്നുള്ളത്. ഇനിയിപ്പോൾ നാളെ തൊട്ട് ചിലപ്പോൾ നോമ്പായിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഈ വിവരങ്ങളൊക്കെ എന്താണ് അപ്പോഴേക്ക് കണ്ണൂരിട്ടുണ്ട്. നീ അല്ലേ നോമ്പ് ഫുള്ളും കൊണ്ട് നടത്തുന്നത്. അപ്പോൾ ചിലപ്പോൾ ഇതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ നോമ്പ് വ്ളോഗ് കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും നമ്മൾ പോവുക. അതുകൊണ്ടാണ് ഇന്ന് അർജൻറ്റായിട്ട് പെട്ടെന്നൊരു വീഡിയോ എടുക്കുന്നത്. ഈ ഇക്കല്ലേ ഷുഗർ ആയപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് അല്ലെങ്കിലേ തൊടൂല. ഇന്ന് രാവിലെ കൊണ്ടുവന്നിട്ട് നല്ല മധുരമുള്ള ബിസ്ക്കറ്റ് കൊണ്ടുവന്നിട്ട് എന്നാ ബിസ്ക്കറ്റ് കഴിച്ചോ? എത്ര സാമർത്ഥ്യം ഉണ്ടെന്നറിയോ? അയ്യടാ. എന്നിട്ട് ഇന്നലെ ചോദിക്കുകയാണ്, ഇന്നലെ എന്തായിരുന്നു രാത്രി എന്തോ വാങ്ങിയിട്ട് വരട്ടേന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു വരാൻ പറഞ്ഞാൽ പെട്ടെന്ന് കേൾക്കുകയില്ല. അപ്പൊ നമ്മുടെ എന്തോ പറയൂലേ, പൂച്ചയ്ക്ക് വീണ വായനയും വേലിക്ക് മരണവേദനയും എന്ന് പറഞ്ഞ പോലെ അവസ്ഥയിൽ കൂടിയാണ് ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അന്ന് വാരി എടുക്കുന്നേട്ടാ, ഞാൻ അതും കൂടെ ഉള്ളു. എന്നിട്ട് ഞാൻ അതും കൂടെ നോക്കേണ്ടി വരും. കുറച്ച് മതി, ഞാനേ പെടുവുള്ളൂ. എന്തിന്
അപ്പോൾ ഇതൊക്കെയാണ് വിശേഷം. പിന്നെ ട്വിൻസിന്റെ കാര്യം ഞാൻ സ്കാനിങ് റിപ്പോർട്ട് കാര്യങ്ങൾ കാണിക്കാം. എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഈ റന അവിടെ നിന്ന് വേഗം ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നത് റനാൻ്റെ കയ്യിൽ ഒന്നും വരുമോ നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ പക്ഷെ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ ആഫ്റ്റർ പ്രഗ്നൻസിയാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതാ നോക്കാം അവളുടെ ആവേശത്തില് സോറി മമ്മി കാര്യം അറിയാനുള്ള ആവേശത്തില് ടെൻഷനായിട്ട് എന്റെ ഇതെന്താണ് ബട്ടർ അല്ല ചാമ്പക്കല്ല അങ്ങനെ ബട്ടുണ്ടാ അതിന്റെ പൂവ് ഞാൻ എന്തോ ബോധത്തിൽ പറിച്ചതാണ് കൈ വെട്ട ഞാന്. അപ്പൊ ശരിയോ ചാമ്പക്കല്ല ഇത് വന്നിട്ട് ബട്ടർ ഫ്രൂട്ട് അല്ല അതിനെന്തോ ഒരു പീനട്ട് ബട്ടർ ഫ്രൂട്ട്. അയ്യോ കൊറേ നേരം ക്യാമറ മറക്കണോ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം പ്രഗ്നൻസി അറിഞ്ഞതിന് ശേഷമാണ് എന്താ പറയുക ട്വിൻസ് ആവാനുള്ള ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ എഗ്ഗല്ല ഭ്രൂണം ആയിക്കഴിഞ്ഞാൽ ഇങ്ങനെ വേർപെട്ട് ട്വിൻസ് ആവും എന്നുള്ളതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷെ അതെന്റെ കണ്ടീഷൻ മോശമാക്കും എന്ന് പഠിച്ചോനെ അറിയാവുന്നത് കൊണ്ടായിരിക്കാം. പക്ഷെ ഞാൻ നേർച്ച വരെ ആക്കിയിട്ടുണ്ടായിരുന്നു ട്വിൻസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാ പറഞ്ഞത്. സ്കാൻ ചെയ്യുമ്പോ ഒരു ബേബി ഇവിടെ ഇങ്ങനെ ഇരിക്കണം, അതിന്റെ തൊട്ടടുത്ത് വേറൊരു സംഭവം കൂടെ ഇങ്ങനെ. അപ്പൊ ഞാൻ വിളിച്ചു യെസ് ഇത് ട്വിൻസ് തന്നെയാണ്, നേർച്ച ഫലിച്ചു എന്നൊക്കെ പറഞ്ഞ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നോക്കിയപ്പോണ്ടല്ല സന്തോഷായി. അപ്പം അപ്പൊ എനിക്ക് തോന്നി ഓക്കെ ആ ഒരു അവസ്ഥയിൽ നമ്മൾ ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മുടെ യൂട്രസ് അത്രയും താങ്ങാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല എന്നുള്ളത് പഠിച്ചോനെ അറിയാലോ. അല്ലെങ്കിൽ ഒരെണ്ണത്തിന്റെ തന്നെ താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാതെ എത്രയും പെട്ടെന്ന് പുറത്തുള്ളതാണ് നോക്കുക. മമ്മി സന്തോഷം ഇപ്പൊ ഈ സിറ്റുവേഷനിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തോണ്ടാ. ഓ ശരി മുരിങ്ങ അല്ലെങ്കിൽ നീയല്ലേ ഹാൻഡിൽ ചെയ്യാൻ നല്ല ഉറങ്ങി എണീക്കുന്ന ആളാണ്. അപ്പൊ മുരിങ്ങയൊക്കെ ഈ ഒരു സിറ്റുവേഷനിൽ നല്ലതാണ്. പിന്നെ എനിക്ക് ഇതേ ഉള്ളു തിന്നാൻ, അതാണ് സത്യം. ഈ വല്ല ഇതുപോലെ പുല്ലും പച്ചക്കറിയും ഒക്കെ പറിച്ച് തിന്നാന്നല്ലാണ്ട് വേറെ ഒന്നും കഴിക്കാൻ പറ്റില്ല. കൊളസ്ട്രോള് ഇവരുടെ ഷോപ്പിൻ്റെയുമായിട്ട് പ്രശ്നം പാർട്ട്നേഴ്സ് വന്ന് ചതിച്ചു എന്ന് പറഞ്ഞില്ലേ. ഞാൻ അങ്ങോട്ട് പോയതൊന്നുമല്ല, ഇങ്ങോട്ട് പാർട്ട്ണർഷിപ്പിന് വേണ്ടിയിട്ട് അവർ വന്ന് നമ്മളെ ചതിക്കുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ടുള്ള സ്ട്രെസ്സ് പറഞ്ഞ ഒരു പെണ്ണിനും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു വീട്ടിലിരിക്കുന്ന ഒരു പെണ്ണുങ്ങൾക്ക് ഉണ്ടാകുന്നതിൻ്റെ 1000-100 ഇരട്ടി പണിയാണ് കേട്ടോ എനിക്കുള്ളത്. കുറേ കാര്യങ്ങൾ എക്സ്ട്രാ നമുക്ക് ചെയ്യാനും നോക്കാനും ഒക്കെ ഉണ്ട്. അപ്പോൾ ആ സമയത്തുള്ള സ്ട്രെസ്സ് തന്നെയാണ് ഇതിനൊക്കെ കാരണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ലോണം നോക്കണം, നന്നായി നോക്കണം. ഞാൻ പറഞ്ഞു ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ തെണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു തണ്ടലും ഇല്ല, ഞങ്ങൾ അന്തസ്സായി സൂപ്പറായി ജീവിച്ചു കാണിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ഇവര് വേറെ പെണ്ണും വേറെ വ്ളോഗും ചെയ്യും തോന്നണോന്ന് അറിയാം. എന്റെ കുത്തകയാണോ വ്ളോഗ് ഇത്ര ഈ ലെവലിലൊക്കെ ഇവരുടെ ആക്കി കൊണ്ടുവന്നിട്ട് അവസാനം ഞാൻ പോയത് ഇവര് സന്തോഷത്തോടെ ജീവിക്കുന്നു. സത്യം പറഞ്ഞ ഭൂമിന്റെ അവസ്ഥ പോയത് ഇന്നലെ പറയണേ ഞാൻ പറഞ്ഞു നിങ്ങളൊക്കെ കാരണം കൊണ്ടാണ് എനിക്ക് ഇത്രയും സ്ട്രെസ് വന്ന് എനിക്ക് ഈ കൊളസ്ട്രോൾ ഒക്കെ കൂടിയത്. ഞാൻ എന്റെ ഫുഡിന്റെ കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പൊ പറഞ്ഞപ്പോ ആർക്ക് പോയി നോക്ക് ഞാൻ ചെയ്തതിന് വല്ല അർത്ഥം ഉണ്ടോ മക്കള് ഭർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ഇക്കാക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു കൊടുത്തിരിക്കുന്നു. ഷോപ്പ് എടുത്ത് കൊടുത്ത് എന്നിട്ട് അതിൻ്റെ ടെൻഷൻ എങ്ങനെ ആണ്. ആർക്ക് പോയി ഞങ്ങൾക്ക് പോയോ ആരുടെ ശരീരം പോയി ഇത്രയ്ക്കേ ഉള്ളൂ മനസ്സിലായി എനിക്ക്. ഈ സമയത്ത് വെള്ളം നനയ്ക്കാൻ പോണു. പിന്നെ ഇതൊക്കെ ഒരു തമാശ പോലെ പറയുകയാണെങ്കിലും ചിലർക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, ഭയങ്കരമൊക്കെ പ്രശ്നം ഉണ്ടാക്കും. പക്ഷെ എനിക്കിതൊക്കെ ശീലിച്ചു. എനിക്ക് എപ്പോഴും ഇങ്ങനെ കേട്ട് ശീലിച്ചു. ഇവിടെ അയച്ചുകൂട്ടാൻ അപ്പിയിട്ടിട്ടുണ്ട്, അതിൻ്റെ അറികുറകൾ വരുന്നുണ്ട്. അതുകൊണ്ട് അത് കഴുകി കൊടുക്കണം. റാന അപ്പോഴേക്കും ടെൻഷൻ. റാനാനെ കൊണ്ട് പറയും. റാനെ കൊണ്ട് എപ്പോഴൊന്നും പറയില്ല, ഇടയ്ക്കൊക്കെ പറയും. ആ സമയത്ത് റാന മടിച്ച് എപ്പോഴും പറയാറുണ്ടോ അത് പറ. അയ്യടാ മടിച്ച് ചിലപ്പോൾ ചെയ്യും കേട്ടാ. അപ്പോൾ പിന്നെ ചുച്ചു അയച്ചുകൂട്ടറിന് 2 വയസ്സും 2 മാസമാണ് ആയിട്ടുള്ളത്. ചുച്ചുക്ക് 3.5 വയസ്സാണ്. എൻ്റെ ഡേറ്റ് എന്ന് പറയുമ്പോൾ ഒക്ടോബർ 10-ാം തീയതിക്കാണ് EDD അതായത് പ്രസവ ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പോൾ എനിക്ക് തിങ്കളാഴ്ച അല്ല 5-ാം തീയതിക്ക് NT സ്കാനിങ് അപ്പോഴാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പിന്നെ ഡബിൾ മാർക്ക് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഷുഗർ ഡയബറ്റിക്കിൻ്റെ ചെക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെ കുറേ ടെൻഷനും ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ഓ മുറിഞ്ഞിടോ ഷോടി
അത് നിർത്തിയെന്നത് പറയും കേൾക്കൂല നിങ്ങളുടെ സൗണ്ട് ആർക്കും കേൾക്കുന്നില്ല പറയും അപ്പളേ സൗണ്ടിലേ പറയും ടെൻഷൻ പറയണ എന്ത് മനസ്സിലായി വരാനുള്ള ഒന്നും വഴി തങ്ങില്ല നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യും മനസ്സിലായി വെറുതെ ടെൻഷൻ അടിച്ചിട്ട് വലിയ കാര്യമുണ്ട് ടെൻഷൻ അടിക്കാൻ മാത്രം വേസ്റ്റ് നമ്മുടെ കാര്യത്തിൽ എന്ത് കാര്യത്തിലും അങ്ങനെ തന്നെയാണ് പാർട്ട്ണർമാര് ചതിച്ചുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിച്ചിട്ടുണ്ട് അതാണ് വിഷയം ഒരു ടെൻഷൻ ഇല്ല എനിക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല എല്ലാ ബാധ്യത എന്റെ തലയിൽ കയറ്റി വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങാനും ശരി ഞാൻ ഈ രാത്രിയൊക്കെ ബേജാറായി പഠിച്ചോ ഇനി എന്ത് ചെയ്യും 2-3 വർഷത്തിന്റെ എന്റെ അധ്വാനാണല്ലോ അതൊക്കെ പോയോ പഠിച്ചോ കാണിച്ചു തരും എന്ന് വെച്ചിട്ട് ഏത് നേരം ചിരിച്ചിട്ടിരിക്കാൻ അല്ല നമ്മൾ അതിനുള്ള പ്രതിവിധി എന്തായാലും ഒരു നോർമൽ മനുഷ്യന് നമ്മൾ പ്രതീക്ഷിക്കാണ്ട് അപ്രതീക്ഷിതമായിട്ട് ഒരു അടി കിട്ടുമ്പോൾ നമുക്ക് ടെൻഷൻ ആവൂലേ ടെൻഷൻ വേണ്ടെന്നല്ല ടെൻഷൻ വേണം പക്ഷെ എല്ലാം എന്റെ ശരീരത്തിനെ ബാധിച്ചു എന്ന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി ഇനി ഇവർക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് എന്നിട്ട് പക്ഷെ സാധിക്കില്ലല്ലോ അത് തന്നെയല്ലേ ബാധിക്കുക അതുകൊണ്ട് അത് നടക്കൂല മൊത്തത്തിൽ വല്ലാത്തൊരവസ്ഥയിലാണ് അപ്പോൾ എന്താ പറയാ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നാക്കി എടുത്തിട്ട് ഇതൊക്കെ കാര്യമൊക്കെ വെക്കണം എനിക്ക് സയൻസ് എക്സാമാണ് അപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഞാൻ വേറെ എന്തൊക്കെയോ കുറേ കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഛർദി ഉണ്ടായിരുന്നു നിങ്ങൾ വേറെ ഇപ്പോൾ ഛർദി ഉണ്ടായിരുന്നു പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയം നമ്മൾ ആരോടത്തും പറയാത്തതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം കാര്യങ്ങൾ ഛർദി എല്ലാം ഉണ്ടായിരുന്നു ഈ ഛർദി ഉണ്ടായിരുന്നില്ല ഈ ഓക്കാനിക്കാൻ വരൂലേ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ അപ്പോൾ ആർക്കും പറയാനും പറ്റില്ല അപ്പോൾ എനിക്ക് ചുമയുള്ളതുകൊണ്ട് ചുമച്ചിട്ട് ഓക്കാനിക്കാൻ വരികയാണ് എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആയിട്ടുണ്ട് റനാന്തൊക്കെ അങ്ങനെ ഇങ്ങനെ സംശയത്തോടെ നോക്കുമ്പോൾ ഞാൻ പറയും എനിക്ക് ചുമച്ചിട്ടാണ് അങ്ങനെ വരുന്നത് അങ്ങനെ പറഞ്ഞ എസ്കേപ്പ് ആയിട്ടുണ്ട് നല്ല ക്ഷീണമൊക്കെ ആയിരുന്നു പിന്നെ അയാൻ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് നമ്മുടെ ചാനലിലേക്ക് ആരെങ്കിലും വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് നിങ്ങളുടെ ചാനൽ ഞാൻ ഇനി പറയില്ല ഇനി ഞാൻ പറയൂല നോക്കിക്കോ എല്ലാം സ്വന്തം നോക്കിക്കോളി ആർക്ക് പോയി ചോദിച്ചില്ലേ നോക്ക് പറയാണ്ട് എല്ലാം പറയണത് നല്ല സാമർഥ്യമുണ്ട് പിന്നെ പറഞ്ഞ പോലെ ഇക്കാൻ്റെ ചാനലിൽ വീഡിയോ ഇടണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് നമ്മളിപ്പോഴും നമ്മളെ ചതിച്ച അതിൽ നിന്നും ഒന്ന് പുറത്തേക്ക് നമ്മൾ അങ്ങോട്ട് എണീറ്റ് ഫുള്ളായിട്ട് വന്നിട്ടില്ല അതാണ് സത്യം ചതിച്ചും പോരാണ്ട് വേറൊരാൾ എന്നോട് പറഞ്ഞു നീ ഒരു പെണ്ണല്ലേ നിന്നെക്കൊണ്ട് കഴിയില്ല ഇത് ഇക്കാരുടെ കാര്യം പറയണം ഇക്കാരെ പറഞ്ഞ കാര്യം പറഞ്ഞ ഇക്കാക്ക് സമ്മതിക്കൂല അല്ലെങ്കിൽ എന്താ വിഷയം ശരി ഇത് നേരാക്കാം മമ്മിജി നിന്റെ ഭർത്താവിനെ കൊണ്ട് ഇതിനൊന്നും കഴിയില്ല എന്നും പറഞ്ഞു അപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത് ഭർത്താവിനെ കൊണ്ട് സപ്പോസ് അങ്ങനെ കഴിയാത്ത ഭർത്താവുള്ള ഭാര്യമാര് എന്ത് ചെയ്യണം മക്കളെ വെച്ചിട്ട് തൂങ്ങിച്ചാവണോ നമുക്കും ജീവിക്കണ്ടേ അപ്പൊ അങ്ങനെ കുറെ അപമാനങ്ങൾ ആ സമയത്ത് ഏറ്റിട്ടുണ്ടായിരുന്നു ആ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് കൈവേദന അതായത് വേർത്തു ശരീരം മൊത്തം ഈ കൈ ഒരു സൈഡ് ഫുള്ളായിട്ട് അങ്ങനെ തളർന്നു പോകുന്ന പോലെ പിടിച്ചാൽ കിട്ടാത്ത പെയിനും ഒക്കെ അമ്മ പറയും ഇപ്പം നിനക്ക് കൊണ്ടുപോയി ECG എടുത്ത് നോക്കി ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടാവും അത്രയ്ക്കും ടെൻഷൻ ഉണ്ടായിരുന്നു ആ സമയമൊക്കെയാണ് സത്യം പറഞ്ഞാൽ ഞാൻ ആകെ മൊത്തം തളർന്നു പോയിട്ടുണ്ടായിരുന്ന ഒരു സമയം എന്ന് വേണം പറയാൻ അപ്പോൾ അത് കഴിഞ്ഞു പോയി അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് നോക്കുമ്പോൾ നമുക്ക് എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷെ ആ സമയങ്ങൾ നമ്മളെ തളർത്തിയല്ലോ ബാക്കിലൊരു സീൻ ഞാനിങ്ങനെ സീരിയസ് ആയിട്ട് എൻ്റെ വിഷമങ്ങൾ പറയുന്ന സമയത്ത് ഇവര് സുഖമായിട്ട് തിന്നിട്ടിരിക്കും എനിക്കിനി മധുരമുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ പറ്റില്ല ചോറ് കഴിക്കാൻ പറ്റില്ല എന്തൊരു സാമർത്ഥ്യം അറിയോ മമ്മി ഇനി ഇത് നേരാക്കാനുള്ള സമയമൊന്നുമില്ല 13 മിനിറ്റ് വീഡിയോ ചിലര് പറയും നട്ട്സ് ഒക്കെ വാങ്ങിച്ച് കാണിച്ചില്ലേ അതുകൊണ്ടാണ് ഇങ്ങനെയെന്ന് ആക്ച്വലി ഈ ടെസ്റ്റ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞു ഇക്കാന്റെ അടുത്ത് അപ്പൊ തന്നെ റിസൾട്ട് വാങ്ങിക്കാന്ന് പറഞ്ഞപ്പോ ഒരു മാസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് വാങ്ങിച്ചത് നമുക്ക് അറിഞ്ഞത് അപ്പൊ തന്നെ ഒന്ന് കൺട്രോൾ ചെയ്യായിരുന്നു കൊളസ്ട്രോൾ ഇപ്പൊ എന്താ അവസ്ഥ എന്നുള്ളത് എനിക്കറിയില്ല പിന്നെ കൊളസ്ട്രോൾ നമുക്കുള്ള ഒരു സ്വഭാവമാണല്ലോ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കാന്നുള്ളത് അപ്പൊ 300 കൊളസ്ട്രോൾ ഹയാനൊന്നും മിണ്ടാണ്ടിരിക്കോ 300 കൊളസ്ട്രോൾ ഗർഭിണികൾക്ക് ആയിക്കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഡബിൾ മടങ്ങാണ് എന്നാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് ഇക്കൊക്കെ ഒരു വിഷയമല്ല അത് കേട്ടിട്ട്
ഒരു സഹതാപം. എന്തെങ്കിലും പറഞ്ഞോ? ഞാൻ ഇതൊക്കെ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. സ്വാഭാവികമായിട്ട് എല്ലാ ഗർഭിണികൾക്കും ചിലവിലും ഉണ്ടാകുന്നതാണ്. അതൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ശരി, ഉയർത്തെഴുന്നേറ്റ് വരും. പക്ഷെ എന്റെ വിശപ്പ് സഹിക്കണില്ല. ഇന്നലെ അതിന്റെ അടിയിൽ കൂടെ ഒരാൾ വാട്സാപ്പിൽ അവരുടെ ഹോട്ടലിന്റെ ഫുഡിന്റെ ഫുള്ള് എനിക്ക് ഫോട്ടോസ് അയച്ചിട്ട് അവസാനം ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് എനിക്ക് ഇങ്ങനത്തെ ഫോട്ടോസ് അയച്ച് കൊതിപ്പിക്കരുത്, ഒരു ഗർഭിണിയുടെ അപേക്ഷയാണെന്ന് പറഞ്ഞിട്ട് പറയേണ്ടി വന്നു. അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. നമ്മുടെ ഈ ഗർഭക്കൊതിയും ഈ സമയത്ത് ഒന്നും തിന്നാൻ പറ്റാതിരിക്കലും. പക്ഷേ എല്ലാം ശരിയാവും ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് ഞാനിപ്പോൾ കുറച്ചൊക്കെ ശരിയായിട്ടുണ്ട്. രാവിലെ ഓട്സാണ് കലക്കി കുടിച്ചത്, രാത്രിയും ഓട്സ് ആയിരുന്നു. ഇനി ഉച്ചയ്ക്കും മിക്കവാറും അത് തന്നെ ആയിരിക്കും. പിന്നെ ചീര അങ്ങനെ വല്ലതൊക്കെ കഴിക്കാം. പിന്നെ ഇവർക്കൊക്കെ സുഖം, നല്ല സുഖം, ജാലി. പക്ഷെ ഞാൻ വിത്തിൻ 1 month എൻ്റെ എല്ലാം കൺട്രോൾ ചെയ്യും ഇൻഷാ അല്ലാഹ്. നോക്കിക്കോ. ഇന്ന് രാത്രി നമുക്ക് ഹോട്ടലിൽ പോയാലോ? ഇനി ഹോട്ടലിൽ നിങ്ങൾ കണി കാണൂല, നോമ്പാണ്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഡിഷസ് ഒന്നും ഉണ്ടാവില്ല അല്ലേ റേന? അതല്ല എനിക്ക് കഴിക്കാൻ പറ്റൂല. കണ്ട അതാണ് മക്കളുടെ ഒക്കെ സ്നേഹം കണ്ടില്ലേ. പിന്നെ എന്ത് തന്നെ ഇവര് പറഞ്ഞാലും എൻ്റെ ഈ മക്കളുടെ അഡിക്ഷനും ഇവരോടുള്ള സ്നേഹമൊന്നും പോവില്ല. എന്ത് ചെയ്യാനും നമുക്ക് ആത്മാർത്ഥത ഉള്ളത് കൊണ്ടാണ് അത്. ഇവർക്ക് അല്ലെങ്കിൽ പോട്ടെ. അമ്മയുടെ ഫസ്റ്റ് കുട്ടീനെ അമ്മയ്ക്ക് അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാ. ഓ മതി, ബാക്കിൽ നിന്ന് ചളി അടിക്കാണ്ട്. എല്ലാ കുട്ടികളിനും ഒക്കെ ഇഷ്ടമൊക്കെ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷം. പിന്നെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആൻറ്റി ഡിയുടെ പ്രശ്നം. എന്താണെന്ന് വെച്ചാൽ ഒരു 6-7-8 മാസം മുമ്പ് എനിക്ക് ഒന്ന് അബോട്ട് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ ഈ ആൻറ്റി ഡിനെ കുറിച്ച് ഓർത്തതില്ല. ഡോക്ടറെ അടുത്ത് പോയ സമയത്ത് അവിടെ ഡോക്ടർ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മുടെ തിരക്കിൽ പിറ്റേ ദിവസം ഇക്ക വിളിച്ചിട്ടും പോയില്ല. അപ്പോൾ അത് അങ്ങനെ വിട്ടില്ലേ, എനിക്ക് അത് ഓർമ്മയില്ലാണ്ടായി. ഇപ്പോൾ ലാസ്റ്റ് ടൈമാണ് എനിക്ക് ഓർമ്മ വന്നത്. കുട്ടീനെ കരയിപ്പിക്കണ്ട പറയും, മനഃപൂർവ്വം കരയിപ്പിക്കും, ഓർമ്മ വന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്നലെ പോയപ്പോൾ ഡോക്ടറെ അടുത്ത് പറഞ്ഞപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എക്സ്ട്രാ വേറെ 1-2-3 ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കാം, അല്ലാതെ ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നും ഇല്ലാതിരിക്കാനും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം, അല്ലാതെ ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഏതായാലും നല്ല വീഡിയോസ് ആയിട്ട് ഇൻഷാ അല്ലാഹ് വരാം. അവൻ കുട്ടീനെ കരയിപ്പിക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാറ് എനിക്ക് മാത്രം ബാധ്യതയുള്ള, എനിക്ക് മാത്രം റിസ്ക് ഉള്ള പരിപാടിയാണ്. അവിടെ വേറെ ആർക്കും അതിന്റെ ബാധ്യത ഒന്നും അവർ ഏറ്റെടുക്കൂല. കുട്ടികളെ കരയിപ്പിക്കലും ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കും അല്ലേ? അല്ല പറഞ്ഞ അതന്നെ, അങ്ങനെയാണല്ലേ പറയുക. ശരി, അപ്പൊ ഒരു തമ്മയിൽ എടുക്കാനുള്ള പാടാണ് ഈ കാണുന്നത്. എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുത്ത് സെറ്റാക്കി വെക്കണം. നിങ്ങൾക്കും വേണം. അതാ പോയി. ഓ ശരി, വിട് വേറെ തരാം. അപ്പൊ ഓക്കെ എടുക്കട്ടെ തമ്മയില്. എല്ലാവരെയും കൂടെ കിട്ടാൻ നല്ല കഷ്ടമാണ്. ഇച്ചനെ കാണുമോ? എന്നെ കാണുമോ? നിങ്ങളുടെ വേണ്ട, അവനെ കാണണ്ടേ? ഇതൊന്നും ഇട്ടിട്ടില്ല. എന്താണ് എവിടെന്നോ പെറുക്കിട്ട് വന്നിരിക്കുന്നു. നോക്ക്, അവരടുത്ത് ചോദിച്ചാ നീ ബിസ്ക്കറ്റ് തിന്നാനുള്ള ബിസ്ക്കറ്റാണ് താഴെ വെച്ചിരിക്കുന്നത്, തിന്നാനുള്ള ബിസ്ക്കറ്റ് നോക്കുക. എന്തായാനേ താഴെ എന്തൊക്കെ എലി പല്ലി ഒക്കെ ഓടിയിട്ടുണ്ടാവും. ഇനി അത് കഴിക്കണ്ടേട്ട വേറെ ബിസ്ക്കറ്റ് എടുത്താൽ മതി. അങ്ങനെ അണ്ടിപ്പഴം ഇതൊക്കെ പണ്ട് കഴിച്ച സാധനങ്ങളാണ്. ഹയാൻ ഇതൊക്കെ താഴെ പരിക്കോതിനെ തൊടല്ലേ, കറിയാണ് കറിയാണ്. അത് ഞാൻ തരാം, അമ്മി തരാം, അല്ലെങ്കിൽ ഇത് കശിക്കും. കറിയ കൂട്ട ഡ്രസ്സൊക്കെ ഒക്കെ താഴെ ചെല്ലും. അയച്ചൊന്നും വന്നെ എല്ലാവർക്കും. ഇതെന്ത് വണ്ടി ഓടിക്കലാണ്?